നമസ്കാരം. ഗുഡ് ന്യൂസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിഡ്നിയിൽ വൈദികന് നേരെയുണ്ടായ കത്തിയാക്രമണത്തിൽ കൗമാരക്കാരനെതിരെ തീവ്രവാദ കുറ്റം. മുഖ്യമന്ത്രി കസവുകെട്ടിയ പേടിത്തൊണ്ടനെന്ന് പരിഹസിച്ച് വി.ഡി. സതീശൻ. കർണാടകയിൽ കോൺഗ്രസിന് വൻ മുന്നേറ്റമുണ്ടാകുമെന്ന് ലോക്പോൾ സർവേ. ബേബി ഫുഡിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയതിന് നെസ്ലെക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇലോൺ മസ്കിന്റെ ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചു. മോദിയുമായുള്ള കൂടിക്കാഴ്ചയും വൈകും. വാർത്തകൾ വിശദമായി. സിഡ്നിയിലെ പള്ളിയിൽ കത്തിയാക്രമണം നടത്തിയ കൗമാരക്കാരനെതിരെ പോലീസ് തീവ്രവാദ കുറ്റം ചുമത്തി. മതതീവ്രവാദ പ്രേരണയാലാണ് 16-കാരൻ ആക്രമണം നടത്തിയെന്നതാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ജീവപര്യന്തം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് കുട്ടി കുറ്റവാളിക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. ആക്രമണം നടത്താൻ അക്രമി തന്റെ വീട്ടിൽ നിന്ന് സിഡ്നിയുടെ പടിഞ്ഞാറൻ ഭാഗത്തിലെ വൈക്ലി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്രൈസ്റ്റ് ദ ഗുഡ് ഷെപ്പേർഡ് പള്ളിയിലേക്ക് 90 മിനിറ്റ് യാത്ര നടത്തിയെന്നും പോലീസ് പറയുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചതായി ആക്രോശിച്ചാണ് മെത്രാൻ മാർ മാരി ഇമാനുവലിനെയും വൈദികൻ ഫാദർ ഐസക് റോയലിനെയും കൗമാരക്കാരൻ കുത്തിയത്. അറബിയിലായിരുന്നു ഇയാൾ സംസാരിച്ചിരുന്നതെന്നും സിഡ്നി ഫെഡറൽ പോലീസ് കമ്മീഷണർ റീസ് കെർഷോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അക്രമിയെ വിശ്വാസികൾ ചേർന്നാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. സിഡ്നിയിലെ കുട്ടികളുടെ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ആക്രമണത്തിനിടെ പരിക്കേറ്റ അക്രമി ആശുപത്രി കിടക്കയിൽ നിന്ന് വീഡിയോ കോൺഫറൻസ് വഴി വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരായി. അക്രമിക്കെതിരെ കത്തിയാക്രമണവുമായി ബന്ധപ്പെട്ട് മുൻപ് 3 കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കൗമാരക്കാരന് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് ഇയാളുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇതോടെ കൗമാരക്കാരന്റെ മാനസിക നില പരിശോധിക്കാൻ മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചു. ജൂൺ 14 വരെ അക്രമിയെ റിമാൻഡ് ചെയ്തു. ആശുപത്രിയിൽ നിന്ന് വിട്ടാൽ ഇയാളെ ജുവനൈൽ ഹോമിൽ പ്രവേശിപ്പിക്കും. അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഇലക്ട്രൽ ബോണ്ട് തിരികെ കൊണ്ടുവരുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കൂടിയാലോചനകൾക്ക് ശേഷം ഏതെങ്കിലും രൂപത്തിൽ ഇലക്ട്രൽ ബോണ്ടുകൾ തിരികെ കൊണ്ടുവരാനാണ് ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിക്കുന്നതെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. എല്ലാവർക്കും സ്വീകാര്യമായ ചട്ടക്കൂടിനുള്ളിൽ ഇലക്ട്രൽ ബോണ്ട് തിരികെ കൊണ്ടുവരുന്നതിനായി ഓഹരി ഉടമകളുമായി നിരന്തരം ചർച്ച നടത്തിവരികയാണ്. സുതാര്യത നിലനിർത്തിയും കള്ളപ്പണം എത്തുന്നത് പൂർണ്ണമായും തടഞ്ഞുകൊണ്ടുള്ള സംവിധാനമാകും അതെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ 2018 ജനുവരി 2-നാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് ആവിഷ്കരിച്ചത്. എന്നാൽ ഫെബ്രുവരി 15-ന് സുപ്രീം കോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ പദ്ധതിയെ ഭരണഘടനാ വിരുദ്ധമെന്ന് വിധിച്ചിരുന്നു. ഈ ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ പുനഃപരിശോധന ആവശ്യപ്പെടുമോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. മറ്റു പാർട്ടികളിൽ നിന്ന് ഭരണപക്ഷത്തേക്ക് ചേക്കേറുന്ന നേതാക്കളുടെ ക്രിമിനൽ കുറ്റങ്ങൾ BJP അവഗണിച്ചുവെന്ന് ആരോപണവും അവർ തള്ളി. ഫെബ്രുവരി 15-നാണ് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമെന്ന് ഉത്തരവിട്ടത്. ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന് വിരുദ്ധമാണ് ഇലക്ട്രൽ ബോണ്ടുകളുടെ ഘടനയെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി കസവുകെട്ടിയ പേടിത്തൊണ്ടനാണെന്ന് സതീശൻ പറഞ്ഞു. കരുവന്നൂർ കേസിൽ ഏറ്റവും പാവപ്പെട്ടവരുടെ പണമാണ് അടിച്ചുമാറ്റിയത്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കരുവന്നൂർ ബാങ്കിലെ കൊള്ളക്കാരെ മുഴുവൻ സംരക്ഷിച്ചതെന്നും സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. BJP നടത്തുന്ന വർഗീയ ധ്രുവീകരണം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നടത്തുന്നത്. കേരളത്തിൽ BJPക്ക് ഒരിടം നൽകാനാണ് CPM ശ്രമമെന്നും സതീശൻ ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്ന പരാതികൾ പരിഗണിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗവർണർ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമായോ നിയമപരമായോ നേരിടണം. ഗവർണറെ ആരും തടയാൻ പോയിട്ടില്ലെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഇലക്ട്രൽ ബോണ്ട് പ്രകാരം കോൺഗ്രസിന് പണം നൽകിയവരെല്ലാം CPM-നും പണം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടവരും ഏർപ്പെടാത്തവരും അവരുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ട്. കരാറുള്ള കമ്പനികളിലെ ജീവനക്കാർ നൽകിയ മൊഴി അനുസരിച്ച് അവർക്ക് ഒരു സേവനവും നൽകിയിട്ടില്ല എന്നാണ്. ഒരു സേവനം നൽകാത്തവർ എങ്ങനെയാണ് പണം നൽകുന്നതെന്നും സതീശൻ ചോദിച്ചു. കർണാടകയിൽ കോൺഗ്രസിന് വൻ മുന്നേറ്റമുണ്ടാകുമെന്ന് സർവേ പ്രവചനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 15 മുതൽ 17 സീറ്റ് വരെ കോൺഗ്രസിന് കിട്ടുമെന്ന് ലോക്പോൾ സർവേ പ്രവചിക്കുന്നു. ആകെ 28 സീറ്റാണ് കർണാടകയിലുള്ളത്. ഗ്യാരണ്ടികൾ താഴെത്തട്ടിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് സർവേ പ്രവചനം. BJPക്ക് 11 മുതൽ 13 സീറ്റ് വരെ മാത്രമേ കിട്ടൂവെന്നും സർവേ പറയുന്നു. കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി പ്രവചിച്ച ഏജൻസിയാണ് ലോക്പോൾ. തെലങ്കാനയിൽ കോൺഗ്രസിന് വൻ മുന്നേറ്റമുണ്ടാകും. 17-ൽ 13 മുതൽ 15 സീറ്റ് വരെ കോൺഗ്രസിന് കിട്ടും. BRS ഒരു സീറ്റിലൊതുങ്ങും, അല്ലെങ്കിൽ സീറ്റ് ഉണ്ടാകുകയില്ല. BJPക്ക് 2 മുതൽ 3 സീറ്റ് വരെ കിട്ടാം. AIMIM ഹൈദരാബാദ് മണ്ഡലം നിലനിർത്തുമെന്നും ലോക്പോൾ സർവേ പറയുന്നു. സീറ്റ് കുറയുമെന്ന ആശങ്ക BJPക്കില്ലെന്ന് കർണാടക BJP അധ്യക്ഷൻ
BY വിജയേന്ദ്ര പറഞ്ഞു. കർണാടകയിലെ BJP JDS സഖ്യം രണ്ട് പാർട്ടികളെയും പരസ്പരം സഹായിക്കും. നരേന്ദ്രമോദിയുടെ ജനപ്രിയത വോട്ടാക്കി മാറ്റുക എന്ന കടമ മാത്രമേ തനിക്കും BJPക്കുമുള്ളൂ. ട്രെൻഡ് വ്യക്തമാണെന്നും 28 സീറ്റും നേടാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വലിയ പ്രതീക്ഷ നൽകിയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. എന്നിട്ടും ഒന്നും ചെയ്തില്ല. കോൺഗ്രസ് സർക്കാരിനെതിരായ ജനവികാരം കൂടി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടർമാർക്ക് പണം നൽകിയെന്നാരോപിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ അരുവിക്കര വടക്കേമലയിൽ വ്യവസായി ബിജു രമേശിനെ DYFI പ്രവർത്തകർ തടഞ്ഞു. UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനായി പണം നൽകിയെന്നാണ് ആരോപണം. അതേസമയം താൻ ബിസിനസ് കാര്യങ്ങൾക്കായി അരുവിക്കര സ്വദേശിയും സുഹൃത്തുമായ സുരേഷിന്റെ വീട്ടിലെത്തിയതാണെന്ന് ബിജു വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ പണം കണ്ടെത്താനായില്ല. അരുവിക്കര വടക്കേമലയിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സുരേഷിന്റെ വീട്ടിലായിരുന്നു ബിജു രമേശ് എത്തിയത്. വിവരം പറഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ബിജു രമേശിനെ അരുവിക്കര സ്റ്റേഷനിലേക്ക് മാറ്റി. വാഹനം തടഞ്ഞ DYFI പ്രവർത്തകർ പണം വിതരണത്തിനെത്തിയ ബിജു രമേശിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ബിജു രമേശിനെതിരെ കേസ് എടുക്കണമെന്നും CPM പ്രവർത്തകർ ആവശ്യപ്പെട്ടു. CPM നേതൃത്വം ബിജു രമേശിനെതിരെ പരാതി നൽകി. ബിജു രമേശ് ഇവിടെ എത്തിയതറിഞ്ഞ് പിന്നാലെ വന്ന DYFI പ്രവർത്തകർ ഇദ്ദേഹത്തെ മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. റിയൽ എസ്റ്റേറ്റ് ആവശ്യത്തിനായാണ് ബിജു രമേശ് വീട്ടിൽ വന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകനായ സുരേഷ് പ്രതികരിച്ചു. പണം വിതരണം ചെയ്തിട്ടില്ലെന്നും കോൺഗ്രസ് അരുവിക്കര ബ്ലോക്ക് കമ്മിറ്റി അംഗമായ സുരേഷ് പറഞ്ഞു. പണം കണ്ടെത്തിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡ് അറിയിച്ചു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശും വ്യവസായി ബിജു രമേശും അടുത്ത ബന്ധുക്കളാണ്. അടൂർ പ്രകാശിന്റെ മകന്റെ ഭാര്യ ബിജു രമേശിന്റെ മകളാണ്. UDF സർക്കാരിന്റെ കാലത്ത് ബാർ കോഴ വിവാദത്തിൽ KM മാണിയെ പ്രതിക്കൂട്ടിലാക്കിയത് ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങളായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ദിവസവേതനം പുതുക്കി നിശ്ചയിച്ചു. പ്രിസൈഡിംഗ് ഓഫീസർ, കൗണ്ടിംഗ് സൂപ്പർവൈസർ, റിഹേഴ്സൽ പരിശീലകർ, പോളിംഗ് സാമഗ്രികൾ വിതരണം അല്ലെങ്കിൽ സ്വീകരണം ചെയ്യുന്നവർ, മൈക്രോ ഒബ്സർവർ എന്നിവർക്ക് 600 രൂപയും പുറമെ 250 രൂപ ഭക്ഷണ ചെലവിനും നൽകാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ദിവസവേതനം 350 രൂപയും യാത്രാ ചെലവിനും ഭക്ഷണത്തിനും 250 വീതവും DA 600 രൂപയുമാണ് വർദ്ധിപ്പിച്ച വേതനം. ദിവസവേതനം 350 രൂപ, 250 രൂപ ഭക്ഷണത്തിനും യാത്രാ ചെലവാകെ 250 രൂപ, DA 600 രൂപ എന്ന നിരക്കിലാണ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വേതനം വർദ്ധിപ്പിച്ചത്. ഇതനുസരിച്ച് 25-26 തീയതികളിൽ ഈ ജോലികൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആകെ 2650 രൂപ ലഭിക്കും. റിഹേഴ്സൽ പരിശീലകർ, പോളിംഗ് സാമഗ്രികൾ വിതരണം അല്ലെങ്കിൽ സ്വീകരണം ചെയ്യുന്നവർ, മൈക്രോ ഒബ്സർവർ എന്നിവർക്ക് യാത്രാ ചെലവ് നൽകാത്തതിനാൽ 250 രൂപ കുറഞ്ഞ് 2400 രൂപ ലഭിക്കും. പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഫോൺ ഉപയോഗത്തിന് 50 രൂപ അധികം നൽകും. പോളിംഗ് ഓഫീസർ, റൂട്ട് ഓഫീസർ, വൈദ്യസംഘാംഗങ്ങൾ, പരിശീലന സഹായികൾ, വോട്ടിംഗ് യന്ത്രത്തിൽ ബാലറ്റ് ഉറപ്പിക്കുന്നവർ എന്നിവർക്ക് 500 രൂപയും 250 രൂപ ഭക്ഷണത്തിനും നൽകാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇത് ദിവസവേതനം 250 രൂപ, ഭക്ഷണം 250 രൂപ, യാത്രാ ചെലവ് ആകെ 250 രൂപ, DA 500 രൂപ എന്ന നിരക്കിൽ വർദ്ധിപ്പിച്ചു. ഇതനുസരിച്ച് 2 ദിവസത്തേക്ക് ആകെ 2250 രൂപ ലഭിക്കും. റൂട്ട് ഓഫീസർ, വൈദ്യസംഘാംഗങ്ങൾ, പരിശീലന സഹായികൾ, വോട്ടിംഗ് യന്ത്രത്തിൽ ബാലറ്റ് ഉറപ്പിക്കുന്നവർ എന്നിവർക്ക് യാത്രാ ചെലവ് നൽകാത്തതിനാൽ 250 രൂപ കുറയും. ആകെ 2000 രൂപ ലഭിക്കും. ഗ്രൂപ്പ് D ജീവനക്കാർക്ക് 400 രൂപയും ഭക്ഷണത്തിന് 250 രൂപയും വീതമാണ്. ഇത് ദിവസവേതനം 200 രൂപ, ഭക്ഷണം 250 രൂപ, യാത്രാ ചെലവാകെ 250 രൂപ, DA 350 രൂപ എന്ന നിരക്കിൽ വർദ്ധിപ്പിച്ചു. ഇതനുസരിച്ച് 25-26 തീയതികളിൽ മേൽജോലികൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആകെ 1850 രൂപ ലഭിക്കും. ഇന്ത്യയിലും ആഫ്രിക്കയിലും മറ്റും നെസ്ലെ വിൽക്കുന്ന ബേബി ഫുഡിൽ പഞ്ചസാര കൂടുതൽ അളവിൽ ചേർക്കുന്നുവെന്ന വെളിപ്പെടുത്തലിനെ കുറിച്ച് ഇന്ത്യ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതേ കമ്പനി യൂറോപ്പിലും UK-യിലും വിൽക്കുന്ന സമാന ഉൽപ്പന്നവുമായുള്ള താരതമ്യത്തിലാണ് പിന്നാക്ക രാജ്യങ്ങളോടുള്ള വേർതിരിവ് വ്യക്തമാക്കുന്നത് എന്നായിരുന്നു റിപ്പോർട്ട്. ആഡഡ് ഷുഗർ കൂടുതലുണ്ടെന്നായിരുന്നു കണ്ടെത്തൽ. ദേശീയ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഇക്കാര്യം പരിശോധിക്കും. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയും ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും നിർദ്ദേശിച്ചത് പ്രകാരമാണിത്. NGO ആയ പബ്ലിക് ഐയും രാജ്യാന്തര ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്കും പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ആശങ്കയുണ്ടാക്കുന്ന വെളിപ്പെടുത്തലുള്ളത്. UK-യിലും ജർമ്മനിയിലും 6 മാസം പ്രായമുള്ള കുട്ടികൾക്കായി നെസ്ലെ തയ്യാറാക്കിയ ഗോതമ്പ് കൊണ്ടുള്ള
സെറിലാക്കിൽ ആഡഡ് പഞ്ചസാര ഇല്ല. അതേസമയം ഇന്ത്യയിൽ നെസ്ലെ വിൽപ്പന നടത്തിയ 15 സെറിലാക്ക് ഉൽപ്പന്നങ്ങളിലും കാര്യമായി ആഡഡ് ഷുഗർ ഉണ്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന സെറിലാക്കിൻ്റെ കവറിൽ ഇക്കാര്യം വ്യക്തമാണെന്നും റിപ്പോർട്ടിലുണ്ട്. തായ്ലൻഡിലും ഫിലിപ്പീൻസിലും ഇതേ രീതിയിലാണ് ആഡഡ് ഷുഗർ ചേർത്തിരിക്കുന്നത്. ഫിലിപ്പീൻസിലെ പാക്കേജിൽ അത് വ്യക്തമാക്കിയിട്ടുമില്ലെന്ന് ആരോപണം വന്നു. എന്നാൽ ഇന്ത്യയിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ആഡഡ് ഷുഗറിൻ്റെ അളവ് 5 വർഷത്തിനിടെ 30% വരെ കുറച്ചുവെന്നാണ് നെസ്ലെ ഇന്ത്യ വിശദീകരിക്കുന്നത്. ഇന്ത്യയിൽ പാലിക്കേണ്ട പ്രോട്ടോക്കോൾ പ്രകാരമാണോ നെസ്ലെ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നതെന്നും അവയ്ക്ക് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ലൈസൻസ് ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കാനാണ് NCPCR നിർദ്ദേശിച്ചിരിക്കുന്നത്. ബേബി ഫുഡിൻ്റെ കാര്യത്തിൽ അതോറിറ്റി തയ്യാറാക്കിയ മാർഗരേഖയുടെ വിവരങ്ങളും കമ്മീഷൻ ചോദിച്ചു. ബേബി ഫുഡ് ഉൽപ്പാദക കമ്പനികൾ അവയുടെ ഉൽപ്പന്നങ്ങൾ, രജിസ്ട്രേഷൻ വിവരങ്ങൾ എന്നിവ ലഭ്യമാക്കാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള പര്യടനത്തിന് ഉപയോഗിച്ച നവകേരള ബസ് ഉടൻ പൊതുജനങ്ങളുടെ യാത്രയ്ക്കായി നിരത്തുകളിൽ ഇറങ്ങും. കോഴിക്കോട് ബംഗളൂരു പാതയിൽ സർവീസ് നടത്താനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം 2 ദിവസത്തിനുള്ളിൽ സ്വീകരിക്കുമെന്നാണ് വിവരം. ബസ് മാസങ്ങളായി വെറുതെ കിടക്കുന്നുവെന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് ബസ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകുന്നത്. നവകേരള യാത്രയ്ക്ക് ശേഷം ഈ ബസ് KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതിക്കായി നൽകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ബസിന്റെ പെർമിറ്റിൽ മാറ്റം വരുത്തിയത്. കോൺട്രാക്ട് കാരേജ് ആയിരുന്ന പെർമിറ്റ് സ്റ്റേജ് കാരേജാക്കി മാറ്റം വരുത്തുകയായിരുന്നു. ടിക്കറ്റ് കൊടുത്ത് ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് നൽകുന്ന പെർമിറ്റാണിത്. അന്തർ സംസ്ഥാന യാത്രയ്ക്കുള്ള പെർമിറ്റ് ഈ വാഹനത്തിന് എടുക്കുന്നതായിരിക്കും അടുത്ത നടപടി. പൊതുമേഖല സ്ഥാപനമായതിനാൽ തന്നെ KSRTCയെ സംബന്ധിച്ച് ഇതിൽ കാലതാമസമുണ്ടാകാനിടയില്ലെന്നാണ് കരുതുന്നത്. 1.15 കോടി രൂപ മുതൽ മുടക്കിലാണ് ഭാരത് മെഡ്സിൻ്റെ OF 1624 ഷാസിയിൽ പ്രകാശ് ബോഡിയുമായി ഈ വാഹനം ഒരുങ്ങിയിരിക്കുന്നത്. രണ്ടാമത് ബസ്സിൽ വരുത്തിയ മാറ്റത്തിന് 1.5 ലക്ഷം രൂപയോളം ചെലവായിരുന്നു. സ്റ്റേജ് കാരേജ് പെർമിറ്റിൽ സർവീസ് നടത്തുന്നതിനാവശ്യമായ മാറ്റങ്ങൾ ബസ്സിനുള്ളിലും വരുത്തിയിട്ടുണ്ട്. സീറ്റുകളിൽ ഉൾപ്പെടെയാണ് ഈ മാറ്റങ്ങൾ. മുഖ്യമന്ത്രിക്ക് ഇരിക്കുന്നതിനായി നൽകിയിരുന്ന സീറ്റ് അഴിച്ചുമാറ്റിയിരുന്നു. നവകേരള സദസ്സിനു ശേഷം ബസ്സിനുള്ളിൽ സർവീസ് നടത്തുന്നതിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ഈ ബസ്സിൻ്റെ ബോഡി നിർമ്മിച്ച ബംഗളൂരുവിലുള്ള പ്രകാശ് ബസ് ബോഡി ബിൽഡിംഗ് കമ്പനിയിലേക്ക് മാറ്റുകയായിരുന്നു. നവകേരള സദസ്സ് കഴിഞ്ഞ് 4 മാസത്തിനു ശേഷമാണ് ബസ് പുറത്തിറങ്ങുന്നത്. ബസ്സിനുള്ളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും മറ്റുമായി ജനുവരിയിൽ ഈ വാഹനം ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയിരുന്നു. 3 മാസത്തോളമാണ് ബസ് അവിടെ കിടന്നത്. ഒരാഴ്ചക്കുള്ളിൽ തീർക്കാനുള്ള പണികൾ മാത്രമുള്ള ബസ് മാസങ്ങളോളം അവിടെ കിടന്നത് അനാസ്ഥ കൊണ്ടാണെന്ന് വിമർശനം ഉയർന്നിരുന്നു. 1 മാസം മുമ്പ് ബസ് പാപ്പനംകോട് സെൻട്രൽ വർക്സിൽ എത്തിക്കുകയായിരുന്നു. മാനത്ത് വർണ്ണവിസ്മയം തീർക്കാതെ കണ്ണിനാനന്ദം പകരാതെ തൃശൂർ പൂരം വെടിക്കെട്ട്. 4 മണിക്കൂർ വൈകിയാണ് തൃശൂർ പൂരം വെടിക്കെട്ട് ആരംഭിച്ചത്. ആദ്യം പാറമേക്കാവും പിന്നീട് തിരുവമ്പാടിയും പകൽ വെളിച്ചത്തിൽ വെടിക്കെട്ട് നടത്തി. വെടിക്കെട്ടിന്റെ വർണ്ണശോഭ ആസ്വദിക്കാൻ പൂരപ്രേമികൾക്ക് സാധിച്ചില്ലെങ്കിലും ആർപ്പുവിളികളോടെ അവർ വെടിക്കെട്ട് ആസ്വദിച്ചു. പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ടാണ് മണിക്കൂറുകൾ വൈകിയത്. വെടിക്കെട്ട് വൈകിയത് പൂരത്തിൻ്റെ മറ്റു ചടങ്ങുകളെയും ബാധിക്കും. ചടങ്ങുകളുടെ ദൈർഘ്യം കുറച്ച് പൂരം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം അധികൃതർ എത്തുകയാണെങ്കിൽ പൂരപ്രേമികൾക്കത് നിരാശയായിരിക്കും സമ്മാനിക്കുക. അല്ലെങ്കിൽ ഉപചാരം ചൊല്ലിപ്പിരിയൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ വൈകുന്നതിന് കാരണമാകും. രാത്രി പൂരത്തിനിടയിലെ പോലീസിൻ്റെ നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ച് തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതോടെയാണ് വെടിക്കെട്ടുകൾ ഉൾപ്പെടെയുള്ള പൂരം ചടങ്ങുകൾ വൈകിയത്. പിന്നീട് മന്ത്രി K. രാജനുമായി നടത്തിയ ചർച്ചയിൽ വെടിക്കെട്ട് നടത്താൻ ദേവസ്വം അധികൃതർ തയ്യാറാവുകയായിരുന്നു. രാത്രിയിൽ മടത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞതാണ് പ്രകോപനമായതെന്നറിയുന്നു. ഇതോടെ പഞ്ചവാദ്യക്കാർ വടക്കുനാഥ ക്ഷേത്രനടയിൽ വെച്ച് പിരിഞ്ഞുപോയി. നടുവിലാവിലെ പൂരപ്പന്തലിലെ ലൈറ്റണച്ച് തിരുവമ്പാടി ദേവസ്വം ശക്തമായ പ്രതിഷേധവും അറിയിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് പൂരത്തിനിടയിൽ ഇത്തരമൊരു സംഭവമുണ്ടാകുന്നത്. ഇന്നലെയും കമ്മീഷണറുടെ നേതൃത്വത്തിൽ മടത്തിൽ വരവിലടക്കം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും പൂരപ്രേമികളെ പിടിച്ചു തള്ളുകയും ചെയ്തിരുന്നു. രാത്രിയിൽ എഴുന്നള്ളിപ്പിനിടെ വാദ്യക്കാരെയും ആനകളെയും തടഞ്ഞതാണ് വീണ്ടും പ്രശ്നമായത്. ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്കിന്റെ ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചതായി റിപ്പോർട്ട്. തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മസ്ക് കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഇക്കാര്യം കഴിഞ്ഞ ആഴ്ച മസ്ക് സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം ഇന്ത്യ സന്ദർശനം മാറ്റിവെക്കാനുള്ള കാരണം മസ്ക് വ്യക്തമാക്കിയിട്ടില്ല. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് മുന്നോടിയായിട്ടാണ് മസ്ക് സന്ദർശനത്തിന് പദ്ധതിയിട്ടിരുന്നത്.
ഇലോൺ മസ്ക് ഇന്ത്യയിൽ $300 കോടി നിക്ഷേപം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മോദിയുടെ US സന്ദർശന വേളയിൽ ഇതു സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടന്നിരുന്നതായാണ് സൂചന. ഇന്ത്യ സന്ദർശിക്കാനും 2024 ഇന്ത്യയിൽ നിക്ഷേപം നടത്താനും ആഗ്രഹിക്കുന്നതായി മസ്ക് അറിയിച്ചിരുന്നു. ഇന്ത്യയിലെ സ്പേസ് സ്റ്റാർട്ടപ്പുകളായ സ്കൈറൂട്ട് എയ്റോസ്പേസ്, അഗ്നികുൽ കോസ്മോസ്, ബെലാട്രിക്സ് എയ്റോസ്പേസ്, ധ്രുവ സ്പേസ് അടക്കമുള്ളവയുടെ സ്ഥാപകരുമായി മസ്ക് കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. കേന്ദ്രം പുതിയ വൈദ്യുത വാഹന നയത്തിന് അംഗീകാരം നൽകിയതിനു പിന്നാലെയാണ് മസ്കിന്റെ ഇന്ത്യ സന്ദർശനം വാർത്തയായത്. ആഗോള വൈദ്യുത വാഹന നിർമ്മാതാക്കളെ ഇന്ത്യൻ വിപണിയിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലാണ് നയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതോടെ ടെസ്ലയുടെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നന്ദി.